നമസ്കാരം. മലയാളി കൈപുണ്യത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ബീഫ് ചില്ലിയാണ്. ഇതിനായി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ബീഫ് ഒരു കുക്കറിലേക്കിട്ട് 1 ടീസ്പൂൺ വിനീഗറും 1 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, ഉപ്പ് നോക്കിയിട്ടാൽ മതി, കാരണം സോസിന് ഉപ്പുണ്ട്. ഇളക്കി 2 വിസിൽ വേവിക്കാൻ വയ്ക്കുക. ആദ്യം 2 വിസിൽ വേവിക്കുക. തുറന്ന് നോക്കി വെന്തില്ലെങ്കിൽ 2 വിസിലും കൂടി വേവിക്കുക. ഇനി ഒരു പാനിൽ ലേശം എണ്ണ ഒഴിച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 4 ഇതൾ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 2 സവാള ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തതും 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും ഇട്ട് വഴറ്റി ഉള്ളി ഒന്ന് വാടിയാൽ മതി, മൂക്കണ്ട. ഇതിലേക്ക് ലേശം ഉപ്പുമിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കാപ്സിക്കം അരിഞ്ഞതും കൂടി ഇട്ട് വഴറ്റി മാറ്റുക. ഈ ഉള്ളി മാറ്റിയ പാനിലേക്ക് ലേശം എണ്ണ ഒഴിച്ച് വേവിച്ച് വച്ചിരിക്കുന്ന ബീഫ് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക. ബീഫ് എണ്ണയിലൊന്ന് ഫ്രൈ ആകുമ്പോൾ സൈഡിലേക്ക് മാറ്റി നടുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് ഒന്ന് മൂപ്പിക്കുക. ഞങ്ങൾ കുറച്ച് എണ്ണയെ ഉപയോഗിച്ചിട്ടുള്ളൂ. എണ്ണ കുറവാണെങ്കിൽ ലേശം എണ്ണ മുളക് പൊടിയിലേക്ക് ഒഴിച്ച് മുളക് പൊടി ഒന്ന് മൂപ്പിക്കുക. മൂപ്പിച്ച മുളക് പൊടി ഈ ബീഫിലേക്ക് അങ്ങ് യോജിപ്പിക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസും 1 ടീസ്പൂൺ സോയാ സോസും ഒഴിച്ച് ഇതിലേക്ക് വഴറ്റി വച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ചേർത്ത് ഇളക്കി ബീഫ് വേവിച്ച ഗ്രേവി ഉണ്ടെങ്കിൽ അതും ഒഴിച്ച് 2 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കിയതും കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ആവശ്യാനുസരണം ഗ്രേവി വയ്ക്കുക.
ഇതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ബീഫ് ചില്ലി തയ്യാർ.